السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മൾ 79ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തത്. നമ്മൾ ബനി ഇസ്രായേലിന്റെ കാര്യം സംസാരിക്കുകയായിരുന്നു അല്ലേ. അവരുടെ ഇടയിലുള്ള സാധാരണ ആളുകളുടെയും ലീഡേഴ്സിന്റെ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെയും അവസ്ഥ. രണ്ടു കൂട്ടരും തെറ്റുകാരാണ്, അല്ലെങ്കിൽ രണ്ടു കൂട്ടരും കുറ്റപ്പെടുത്തലിന് അർഹരാണ് എന്ന് നമ്മൾ കണ്ടു അല്ലേ. പണ്ഡിതന്മാരാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഗ്രന്ഥത്തിനെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് മോഡിഫൈ ചെയ്യുകയും തിരുത്തി എഴുതുകയും ചെയ്തിട്ട് അത് അള്ളാഹുവിലേക്ക് ആരോപിക്കല്, ഇത് അള്ളാഹു എഴുതിയതാണ് അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞതാണെന്ന് പറയാം. സാധാരണക്കാരാണെങ്കിൽ അവർക്ക് ഗ്രന്ഥത്തിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ആകെ ഉള്ളത് ചില തെറ്റായ സങ്കല്പങ്ങളും വ്യാമോഹങ്ങളും കളവുകളും പിന്നെ തിലാവത്തും, അത് മാത്രമേ അവർക്കും ഉള്ളൂ. അപ്പൊ രണ്ടു കൂട്ടരും ഈ കാര്യത്തിൽ തെറ്റുകാരാണെന്നും അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഗ്രന്ഥത്തെ ഇത്തരത്തിൽ തിരുത്തി എഴുതി അത് അള്ളാഹുവിന്റെ പേരിൽ ആരോപിക്കുന്നതിനും അതുവഴി അവര് നേടിയ വളരെ തുച്ഛമായ ഐഹികമായ നേട്ടങ്ങളെയും അള്ളാഹു വളരെ ശക്തമായിട്ട് ശപിച്ചത് നമ്മൾ കണ്ടു അല്ലെ. എന്നിട്ട് നമ്മൾ ഏകദേശം ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും മോശമായ ഇന്നത്തെ ഉമ്മത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന് പുറത്തു കൊടുക്കട്ടെ. യഥാർത്ഥമായിട്ടുള്ള ഗൈഡൻസ് അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ഗൈഡൻസ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്തിനും അല്ലെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദീ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ പഠിച്ചതെല്ലാം ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖും ഈ ഒരു കാര്യത്തിൽ ഇസ്തിഖാമത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല ബനി ഇസ്രായേലിനെ കുറിച്ച് എന്താ പറയുന്നതെന്ന് നോക്കാം. ഇന്ന് നമുക്ക് 3 ആയത്തുകൾ നോക്കാം. താരതമ്യേന സ്ട്രെയിറ്റ് ആയിട്ടുള്ള മനസ്സിലാക്കാൻ എളുപ്പമുള്ള ആയത്തുകളാണ് 80, 81, 82. وقالوا لن تمسنا النار إلا أياما معدودة قل أتخذتم عند الله عهدا فلن يخلف الله عهدا أم تقولون على الله ما لا تعلمون. അവർ യഹൂദർ ജൂതന്മാർ പറഞ്ഞു, അല്ലെങ്കിൽ ബനി ഇസ്രായേൽ പറഞ്ഞു, എണ്ണപ്പെട്ട ദിവസങ്ങളിലല്ലാതെ ഞങ്ങളെ നരകശിക്ഷ ബാധിക്കുകയേയില്ല. ചോദിക്കുക, നിങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്ന് വല്ല കരാറും വാങ്ങിയിട്ടുണ്ടോ? എന്നാൽ തീർച്ചയായും അള്ളാഹു തന്റെ കരാർ ലംഘിക്കുകയില്ല. അതല്ല, നിങ്ങൾക്ക് അറിവില്ലാത്തത് അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണോ? വാക്കർത്ഥം നോക്കാം. വഖാലു, അവർ പറഞ്ഞു, ലൻ എന്ന് വെച്ചാൽ ഒരിക്കലുമില്ല, നെവർ എന്നുള്ള അർത്ഥം. അതായത് വെറുതെ ഉള്ള ഒരു നോ അല്ല, ഒരിക്കലുമില്ല എന്നുള്ള അർത്ഥമാണ് ലെന്നിന്. ലെൻ തമസ്സന. തമസ്സന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമസ്സ എന്ന് പറഞ്ഞാൽ സ്പർശിക്കുക, തമസ്സന ഞങ്ങളെ സ്പർശിക്കുക. അപ്പൊ ഞങ്ങളെ സ്പർശിക്കുകയേ ഇല്ല എന്ത്? അന്നാർ, നരകം. ഓക്കെ, നരകത്തിന്റെ തീ. ഇല്ല ഒഴികെ, അയ്യാമൻ ദിവസങ്ങൾ, അതായത് ഏതാനും ദിവസങ്ങൾ അല്ലാതെ. യൗമന്റെ പ്ലൂറലാണ് അയ്യാം. മഅദൂദ എണ്ണപ്പെട്ട. ഓക്കെ, മഅദൂദ ഐന്ദാൽ അദദ് എന്നുള്ള വാക്കിൽ നിന്നാണ്. ഇദ്ദ അല്ലെ, നമ്മൾ ഇദ്ദ എന്ന് പറയാറുണ്ട്. ഭർത്താവ് മരിച്ച അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് ഒരു ഫിക്സഡ് എണ്ണപ്പെട്ട ദിവസങ്ങൾ അവർക്ക് എന്താണ് ഇദ്ദ ആചരിക്കണം. അപ്പൊ ഇതൊക്കെ ഒരേ റൂട്ടിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. കുൽ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറയാണ്, അത്തഖത്തും, അതായത് അവരോട് നീ ചോദിക്ക്, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഇവിടുത്തെ ഹംസത്തുൽ ഇസ്തിഫ്ഹാമാണ്, ചോദ്യത്തിന്റെ ആണ്. ഇൻദല്ലാഹി, അള്ളാഹുവിങ്കിൽ, അഹ്ദൻ വല്ല കരാറും, ഫലൻ യുഖ്ലിഫ എങ്കിൽ ഒരിക്കലുമില്ല, യുഖ്ലിഫ ലംഘിക്കുക, അതായത് അതിനെതിരെ പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അതിനെതിരെ പോവുകയില്ല. ഓക്കെ, ഫലൻ യുഖ്ലിഫ അള്ളാഹു, അള്ളാഹു ഒരിക്കലും പോവുകയില്ല, അഹ്ദഹു അവന്റെ കരാറ്. അം അതോ, തഖൂലൂന നിങ്ങൾ പറയുകയാണോ, അലല്ലാഹി അള്ളാഹുവിനെ കുറിച്ച്, മാ യാതൊന്ന്, ലാ തഅലമൂൻ നിങ്ങൾക്ക് അറിയാത്ത. തഅലമൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നത്, ലാ തഅലമൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങൾ പറയുകയാണോ? തഫ്സീർ നോക്കാം. وقالوا لن تمسنا النار إلا أياما معدودة. അപ്പം അവര് പറഞ്ഞു നരകത്തിലെ തീ, ഓക്കെ,
നരകം ഞങ്ങളെ ടച്ച് ചെയ്യുകയില്ല, തൊടുകയില്ല. എന്ത് ഏതാനും ദിവസങ്ങൾ ഒഴികെ. ഇവിടെ പറയുന്നത് ബനി ഇസ്രായേലാണ് അല്ലെ. ബനി ഇസ്രായേലർ പറയാണ് ഞങ്ങളെ കുറച്ച് ദിവസം അല്ലാതെ നരകത്തിന്റെ തീ സ്പർശിക്കുകയില്ല. നമ്മൾ ബനി ഇസ്രായേലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഫദ്ലുകൾ അല്ലെ, ഫേവറുകൾ, അനുഗ്രഹങ്ങൾ ഒക്കെ നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ ബനി ഇസ്രായേലിന് ബനി ഇസ്രായേലിൽ ചെയ്ത തിന്മകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. കഴിഞ്ഞ ആയത്തിൽ കണ്ടു, ഈ ആയത്തിലും കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു കൗമിന് എന്തെങ്കിലും എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്പെഷ്യൽ അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്വം ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്കാണെങ്കിലും നമുക്കൊരു ഇത്തിരി പൈസ അധികം തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം ഉണ്ട്, ഇത്തിരി എൽമ അധികം തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം ഉണ്ട്. അപ്പൊ എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികം കൊടുത്താലും അതിന് ഉത്തരവാദിത്തം ഉണ്ട്. അപ്പം എന്ത് അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിലും അവരെന്ത് കാണിക്കണം? ഏറ്റവും ആദ്യം നന്ദി കാണിക്കണം അല്ലെ. ശുക്ർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ നന്ദിയിൽ ഉൾപ്പെട്ടതാണ് എന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുസരണയുള്ളവരായിരിക്കുക എന്നുള്ളത് അല്ലെ. അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്നുള്ളത്. നന്ദി കാണിക്കൽ ഹൃദയത്തിലും വരാം, അവയവങ്ങൾ കൊണ്ടും വരാം. അവയവങ്ങൾ കൊണ്ട് നന്ദി കാണിക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കൂടുതൽ അനുസരണ കാണിച്ചുകൊണ്ടാണ്. ഓക്കെ. പക്ഷെ ബനി ഇസ്രായേൽ അവർക്ക് ഇതൊക്കെ കിട്ടിയിട്ടും, ഈ ഫദ്ലുകളൊക്കെ കിട്ടിയിട്ടും അവര് അനുസരണക്കേടിന് പകരം എന്തായിരുന്നു അവരുടെ പ്രതികരണം? അവിശ്വാസം അല്ലെ. അല്ല, അനുസരണയ്ക്ക് പകരം അനുസരണക്കേട് അല്ലെങ്കിൽ തിന്മകള്, അവിശ്വാസം, ഇതൊക്കെയാണ് അവർ പകരം കാണിച്ചത്. മാത്രമല്ല അവര് ദീനില് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത പല കാര്യങ്ങളും അവരെ അവകാശവാദമായിട്ട് ഉന്നയിക്കുമായിരുന്നു. അതിനകത്ത് ഒരു യാഥാർത്ഥ്യവും ഉണ്ടാവില്ല. അങ്ങനെ അവര് ഉന്നയിച്ച വാദങ്ങളിൽ പെട്ടതാണ് എന്ത്? നരകത്തിലെ തീ ഞങ്ങളെ സ്പർശിക്കാൻ പോകുന്നതേയില്ല, ഞങ്ങളെ തൊടുകയില്ല, ഞങ്ങള് നരകം സ്പർശിക്കുകയില്ല. അത് അഥവാ ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അവരിങ്ങനെ ചിന്തിക്കാൻ കാരണം എന്തായിരിക്കും? വേറെ ഒന്നുമല്ല, അവര് തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരായിരുന്നു അല്ലെ. അവര് അന്നത്തെ കാലത്തെ വിശ്വാസികളായിരുന്നു. അവര് ഏറ്റവും ബെസ്റ്റ് ആളുകൾ അവരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവരെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ വിചാരം അങ്ങനെ ചെയ്തത് കൊണ്ട് അവര് ഏറ്റവും ബെസ്റ്റ് ആണ്. അവരിനി എന്ത് ചെയ്താലും ഇല്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തെരഞ്ഞെടുത്തത് കൊണ്ട് അവര് നരകത്തിലെ തീ സ്പർശിക്കുകയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിലും കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ. നമ്മൾ കണ്ടു അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ദീൻ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അവരുടെ ദ്വന്നാണ് അല്ലെ. ദ്വന്ന്, അവരുടെ ഊഹാപോഹങ്ങൾ മാത്രമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഇൻഹും ഇല്ലാ യദുന്നൂൻ. അവർക്ക് ചില ഊഹാപോഹങ്ങൾ മാത്രമാണ് അവരുടെ ദീൻ. അവർക്ക് ശരിയായ അറിവ് ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അവർ ചിലതൊക്കെ അസ്യൂം ചെയ്യണം, ഇത് ഇന്നതേ ആയിരിക്കും, ഇന്നതുപോലെ ആയിരിക്കും. അങ്ങനെ അവർ അസ്യൂം ചെയ്തിട്ടുള്ള ഊഹിച്ച കാര്യങ്ങളിൽ പെട്ടതാണ് എന്ത്? അവരൊരിക്കലും നരകത്തിലെ തീയില് അല്ലെങ്കിൽ നരകത്തിലേക്ക് അവർ പോവില്ല. വഖാലു, അവർ പറഞ്ഞു, ലൻ തമസ്സനന്നാർ. തമസ്സന, മീം സീൻ മസ് എന്ന് പറഞ്ഞാൽ സ്പർശിക്കുക. ഓക്കെ. അപ്പം അന്നാർ, നരകത്തിലെ തീ ഞങ്ങളെ സ്പർശിക്കാൻ പോകുന്നതേ ഇല്ല. ഞങ്ങള് എന്താണ്? ഏറ്റവും ബെസ്റ്റ് ആളുകളാണ്, അതുകൊണ്ട് ഞങ്ങളെ നരകത്തിൽ ഇടൂല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇല്ല, ഒഴികെ അയ്യാമ മഅദൂദ, എണ്ണപ്പെട്ട ദിവസങ്ങൾ ഒഴികെ അല്ലാതെ. ഓക്കെ, കുറച്ച് ദിവസം അല്ലാതെ. അയ്യാം യൗമിന്റെ പ്ലൂറല്. യൗം, യാ, വാവ്, മീം. യൗം എന്ന് പറഞ്ഞ ദിവസം, അയ്യാമ് ദിവസങ്ങൾ, മഅദൂദ എണ്ണപ്പെട്ടത്, ഐൻ ദാൽ ദാൽ. അതത് എന്ന് പറഞ്ഞാൽ എണ്ണമാണ്, കൗണ്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. നമ്മൾ സാധാരണ കൗണ്ട് ചെയ്യല് കുറച്ച് ഉള്ള കാര്യങ്ങളാണ് അല്ലെ. ഒരുപാടുള്ളതിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ തലയിലെ മുടി ആരെങ്കിലും എണ്ണാൻ പോവോ? കാരണം അത് എണ്ണയാൽ തീരാത്ത ഒരു കാര്യമാണ് അല്ലെ. അപ്പം ഇവിടെ അവര് പറയുന്നത് എണ്ണാൻ പറ്റുന്ന ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു 1, 2, 3, 4, 50, 60 അങ്ങനെ, അതായത് അവർക്ക് എണ്ണാൻ പറ്റുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഒരുപാടാകുമ്പം എണ്ണാൻ പറ്റൂലല്ലോ അല്ലെ. അപ്പൊ കുറച്ചേ ഉള്ളൂ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അയ്യാമ മഅദൂദ, ഞങ്ങൾ വളരെ കുറച്ച് ദിവസമാണ്, ഇനി അഥവാ നരകത്തിൽ ഉണ്ടാവുകയാണെങ്കിലും ഉണ്ടാവുള്ളൂ. ചിലർ പറയുന്നത് അവര് 40 ദിവസം എന്നാണ് അവകാശപ്പെട്ടത്. ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായമുണ്ട്. അതായത് മൂസ അലൈഹിസ്സലാം തൗറാത്തിന് വേണ്ടിയിട്ട് പോയ ആ 40 ദിവസം അല്ലെ, അവര് പശുക്കുട്ടീനെ ഉണ്ടാക്കി ആരാധിച്ച ആ 40 ദിവസം മാത്രമേ അവർക്ക് നരകത്തിലെ തീ തൊടുകയുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായവും ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് പോലും അല്ലെ നരകത്തിലെ തീ ഓക്കെ ആണ് എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ്, സഹിക്കാൻ പറ്റാത്ത, ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഇത് അവര് വളരെ കൂസലില്ലാണ്ട് അവരുടെ ദ്വന്നിനെ ബേസ് ചെയ്തിട്ട് അവരങ്ങ് പറയാണ് ഉണ്ടാവില്ല, ഇനി അഥവാ ഉണ്ടെങ്കിലും കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുൽ, നീ പറയുക അല്ലെങ്കിൽ നീ അവരോട് ചോദിക്കേ, അത്തഖൽതും ഇൻദല്ലാഹി അഹ്ദാ,
നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും പ്രോമിസ് എങ്ങാനും എടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും വാഗ്ദാനം എടുത്തിട്ടുണ്ടോ? അത്തഹത്തും, ആ നമ്മൾ പറഞ്ഞു ഹംസത്തുൽ ഇസ്തിഫ്ഹാം, ക്വസ്റ്റ്യന്റെ ഹംസ. ഇത്തഹത്തും, നിങ്ങൾ എല്ലാവരും എടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു. അപ്പം എന്തല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അഹ്ദൻ, ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു ഉടമ്പടി നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്തുനിന്ന് ഇങ്ങനെ എന്തെങ്കിലും പ്രോമിസ് എടുത്തിട്ടുണ്ടോ? അതായത് നിങ്ങളെ ഒരിക്കലും അള്ളാഹു നരകത്തിൽ ഇടൂല, അങ്ങനെ വല്ല അള്ളാഹു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇനി അഥവാ ഉണ്ടെങ്കിലും കുറച്ച് ദിവസമേ ഉള്ളൂ എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അള്ളാഹ് നിങ്ങളോട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇനി അങ്ങനെ ആണെങ്കിൽ ഫലൻ, അതുകൊണ്ട് ഒരിക്കലുമില്ല, യുഖ്ലിഫല്ലാഹു അഹ്ദ, അള്ളാഹു അവന്റെ പ്രോമിസിന് എതിരെ ഒരിക്കലും പോവില്ല. അള്ളാഹു അവന്റെ പ്രോമിസ് ഒരിക്കലും പാലിക്കാതിരിക്കൂല. യുഖ്ലിഫ, ഖാലഫ, ഖലീഫ എന്നുള്ള വാക്കിന്റെ സെയിം റൂട്ട് തന്നെയാണ്. ഖലീഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ പിന്നാലെ പോവാം. യുഖ്ലിഫ എന്ന് പറഞ്ഞാൽ അഖ്ലഫ, യുഖ്ലിഫു, ഇഖ്ലാഫ്. ഇഖ്ലാഫ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നിന് എതിരെ പോവുക, അല്ലെങ്കിൽ ഒരാള് ഒരു പ്രോമിസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പാലിക്കാതിരിക്കുക. ഓക്കെ, എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ചെയ്യുക. ഇതിനൊക്കെയാണ് ഇഖ്ലാഫ് അല്ലെങ്കിൽ അഖ്ലഫ എന്ന് പറയുന്നത്, അതിനെതിരെ പോവുക. അപ്പം ഒരാള് ഒരു പ്രോമിസ് കൊടുക്കുകയും ചെയ്യുക, അത് ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നതിനാണ് ഇഖ്ലാഫ് എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളടുത്ത് അങ്ങനെ വല്ല പ്രോമിസും തന്നിട്ടുണ്ടോ? ഇനി അഥവാ ഉണ്ടെങ്കിൽ അത് എവിടെ? ഇനി അങ്ങനെ ഒരു പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒരിക്കലും അത് ബ്രേക്ക് ചെയ്യൂല. കാരണം പ്രോമിസ് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ആരാണ്? എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ മനുഷ്യന്മാർ അല്ലെങ്കിൽ ആരാണെങ്കിലും പ്രോമിസ് ബ്രേക്ക് ചെയ്യുക എന്തുകൊണ്ടാ? ഒന്ന്, അവന് ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് സാധിക്കാനുള്ള കഴിവുകേടായിരിക്കാം, അല്ലെ? ഒരാള് എന്തെങ്കിലും ഒരു പ്രോമിസ് കൊടുത്ത് അയാൾക്ക് ഇപ്പം ഒരു ഉദാഹരണത്തിന്, ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് വരാം, അല്ലെങ്കിൽ ഇന്ന മീറ്റിങ്ങിന് വരാം എന്നൊക്കെ പ്രോമിസ് കൊടുത്ത്, പക്ഷെ പോകാൻ പറ്റിയില്ല. ഒരു പക്ഷെ അയാളുടെ കാറിന് എന്തെങ്കിലും പറ്റിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് വയ്യാണ്ട് രോഗമായിട്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവുകേട് കാരണം. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഒരു തരത്തിലുള്ള വീക്ക്നെസ്സും ഇല്ല, അല്ലെ? അള്ളാഹു പെർഫെക്റ്റ് ആണ്, അള്ളാഹുവിന് കഴിവുകേടുകൾ ഇല്ലേ ഇല്ല. അള്ളാഹു അൽ അസീസ് ആണ്, അല്ലെ? അപ്പം അള്ളാഹ് ഒരിക്കലും കഴിവുകേട് കൊണ്ട് ഒരു പ്രോമിസും ബ്രേക്ക് ചെയ്യൂല. പിന്നെ വേറൊരു കാരണം പ്രോമിസ് ബ്രേക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാല് ആത്മാർത്ഥതയില്ലായ്മ, സത്യമല്ലാണ്ട് ഉള്ള പ്രോമിസ്, ഞാൻ ചെയ്യാന്ന് വളരെ നിസ്സാരമായിട്ട് ആത്മാർത്ഥമല്ലാണ്ട്, അല്ലെങ്കിൽ നിഫാഖും ഉണ്ട്, വെറുതെ പുറത്ത് അങ്ങനെ പറഞ്ഞേക്കാം ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ച് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള എല്ലാ വീക്ക്നെസ്സിന്റെയും മേലെയാണ്, അല്ലെ? അള്ളാഹുവിന് ഇത്തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള എന്താ സത്യസന്ധത ഇല്ലായ്മ, അല്ലെങ്കിൽ ആത്മാർത്ഥത ഇല്ലായ്മ, അല്ലെങ്കിൽ നിഫാഖ് പോലെയുള്ള ഒരു തരത്തിലുള്ള വീക്ക്നെസ്സും അള്ളാഹു സുബ്ഹാനഹു തആലയെ ബാധിക്കുന്നേ ഇല്ല. അള്ളാഹു അതിനൊക്കെ അതീതമാണ്. സൂറത്തു നിസാഇല് 122-ാമത്തെയും 87-ാമത്തെയും ആയത്തില് പറയുന്നുണ്ട്, വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാൾ സത്യനിഷ്ഠമായി വാഗ്ദാനം നൽകുന്നവൻ ആരുണ്ട്? വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ, അള്ളാഹുവിനേക്കാൾ വസ്തുനിഷ്ഠമായി വിവരം തരുന്നവൻ ആരുണ്ട്? അപ്പൊ അള്ളാഹു അസ്ദഖാണ്, അല്ലെ? ഏറ്റവും സത്യം ഉള്ളവനാണ്. അള്ളാഹുവിന്റെ പേരുകൾ തന്നെ ഒന്നാണ് അൽ ഹഖ്. അൽ ഹഖ് എന്ന് പറഞ്ഞാൽ സത്യം, സത്യത്തിന്റെ സ്രോതസ്, ഉറവിടം, അല്ലെ? അപ്പൊ അള്ളാഹു ഒരിക്കലും അവന്റെ പ്രോമിസ് ബ്രേക്ക് ചെയ്യൂല. അപ്പൊ അള്ളാഹു പറയാണ്, അങ്ങനെ ആകുമ്പോൾ തഖൂലൂന, നിങ്ങൾ പറയുകയാണോ, അലല്ലാഹി, അള്ളാഹുവിനെ കുറിച്ച് മാലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്തത്. അപ്പൊ നിങ്ങൾ വെറുതെ സ്വന്തമായിട്ട് ഉണ്ടാക്കി അങ്ങ് പറയാണോ നിങ്ങൾ നരകത്തിൽ ഇടൂലെന്ന്? നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ചുണ്ടാക്കിയത് പറയാണോ എന്ന് അള്ളാഹു ചോദിക്കാൻ പറയാണ് അവരുടെ അടുത്ത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, ശരിക്കും ആരാണ് നരകത്തിൽ പോവുക, ശരിക്കും ആരാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്, എന്താണ് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്, എന്താണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് തുടർന്ന് അള്ളാഹു പറയാണ്. കാരണം ബനി ഇസ്രായേലിന്റെ വിചാരം, നമ്മൾ ബനി ഇസ്രായേലിൽ ആയതുകൊണ്ട്, അള്ളാഹു തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളായതുകൊണ്ട്, ഏറ്റവും ബെസ്റ്റ് ആൾക്കാരായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്ത, ഒരുപാട് ഫضലുകൾ തന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും നരകത്തിൽ പോവില്ല എന്ന് അവർ വിശ്വസിച്ചിരിക്കുകയായിരുന്നു, അല്ലെ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല പറയണം, നിങ്ങൾ ഏത് ഗ്രൂപ്പാണെന്നുള്ളതല്ല, എന്താണ് നമ്മൾ മുമ്പും ഒരായത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെ? നിങ്ങളുടെ ഇൻഡിവിജ്വലി നിങ്ങൾ എന്താ ചെയ്യുന്നത് അതിനനുസരിച്ചാണ്. അടുത്ത ആയത്ത് നോക്കാം. ബല മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതീഅതുഹു ഫഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. അങ്ങനെയല്ല, ആർ ദുഷ്കൃത്യം ചെയ്യുകയും പാപത്തിന്റെ വലയത്തിൽ പെടുകയും ചെയ്യുന്നുവോ അവരാകുന്നു നരകാവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കും. വാക്കർത്ഥം നോക്കാം. ബല എന്ന് പറഞ്ഞാൽ അല്ല, അല്ലെങ്കിൽ നിശ്ചയമായും, അത് ഒരു ഉറപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മുമ്പ് ചോദിച്ച ഒരു ചോദ്യത്തിന്, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന ഒരു കാര്യത്തിന് സ്ട്രെസ് കൊടുത്ത് ഉറപ്പിക്കുന്ന ഒരു വാക്കാണ് ബല. മൻ,
യാതൊരുവർ അല്ലെങ്കിൽ ആര്, ഹു എവർ എന്ന് പറയുന്ന പോലെ ആരൊക്കെ. കസബ എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക. കാഫ് സീൻ ബ നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയ്യഅത്തൻ എന്ന് പറഞ്ഞാൽ തിന്മ. വ അഹാത്തത് വലയം ചെയ്യുകയും ചെയ്തു. ബിഹി അവനെ. ഖതീഅതുഹു അവന്റെ പാപം. ഫഉലൈക എന്നാൽ അവർ. അസ്ഹാബ് ആൾക്കാരാണ്. എന്താണ് നരകത്തിന്റെ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ എന്നൊക്കെ പറയുമ്പോൾ അസ്ഹാബ് അതിന്റെ ആളുകൾ, അതിന്റെ കൂട്ടാളികൾ എന്നൊക്കെ പറയും. ഓക്കെ. അന്നാർ നരകത്തിന്റെ. ഹും അവർ. ഫീഹ അതിൽ. ഖാലിദൂൻ നിത്യവാസികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ബല നിശ്ചയമായും ഉറപ്പായിട്ടും അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞ പോലെയല്ല, ഇന്നതാണ് എന്താണ് കാര്യം എന്നുള്ളത് അള്ളാഹു പറയാൻ പോകണം. അതിനെ സ്ട്രെസ് ചെയ്യണം. ഓക്കെ. ബല എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞതിനെ ഒന്ന് കൺഫേം ചെയ്യാൻ, അല്ലെങ്കിൽ മുന്നേ പറഞ്ഞതിനെ അല്ല എന്ന് വരുത്തി തീർക്കാൻ, ഇനി അതല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യത്തിന്റെ സത്യത ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലൊക്കെ ബല ഉപയോഗിക്കാറുണ്ട്. ബല മൻ കെസബ ആര് സമ്പാദിച്ചുവോ. കെസബ കെസബ കാഫ്സീൻ ബ നമ്മൾ കണ്ടതാണ്. അപ്പം ആര് സമ്പാദിച്ചുവോ എന്ത്. സെയ്യഅതൻ ഒരു തിന്മ. സീൻ യാ അല്ലെങ്കിൽ വാവ് ഹംസ. സീൻ യാ ഹംസ അല്ലെങ്കിൽ സീൻ വാവ് ഹംസ. സാഅ യസൂഉ എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യാം. ഓക്കെ. സെയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുഷിച്ച ഒരു കാര്യം അല്ലെങ്കിൽ തിന്മ എന്നൊക്കെ അർത്ഥം. ഓക്കെ. അപ്പം ഇവിടെ വേറൊരു കാര്യം കൂടെ ഉള്ളത്, സെയ്യ എന്ന് പറയുന്നത് തൻവീനോട് കൂടിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ. ഫത്ഹ തൻവീൻ ഉണ്ട് ഇവിടെ. അപ്പം ചില സിറ്റുവേഷനിൽ ഈ തൻവീന കൊടുത്തിട്ട് വരുമ്പോൾ വാക്കുകൾ അതിന് ഒന്നെങ്കിൽ ആ ഒരു കാര്യത്തിന്റെ കാഠിന്യം, അതിന്റെ വലിപ്പം കാണിക്കാൻ അല്ലെങ്കിൽ എണ്ണം കാണിക്കാൻ, ഓക്കെ, എന്തും ആവാം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വരാം. ഓക്കെ. അപ്പൊ ഇവിടെ സെയ്യക്ക് തൻവീൻ വന്നിട്ടുള്ളത് ആ സെയ്യ അല്ലെങ്കിൽ ആ തിന്മയുടെ വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പം ഒരു ചെറിയ തിന്മയൊന്നുമല്ല, വളരെ വലിയ ഒരു തിന്മ തന്നെയാണ് എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ മെയിൻ ആയിട്ട് ഏത് തിന്മയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിശ്വാസത്തെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് പണ്ഡിതാഭിപ്രായം. ഓക്കെ. ബലാമൻ കെസബ സെയ്യത്തിന്. അപ്പം ആര് ദുഷ്കൃത്യം ചെയ്യുക അല്ലെങ്കിൽ സമ്പാദിച്ചോ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ തിന്മ സമ്പാദിച്ചോ എന്ന് പറയുമ്പോൾ ആ തിന്മ വളരെ വലിയൊരു തിന്മയാണെന്നും ആ തിന്മ അവിശ്വാസമാണെന്നുമാണ് സൂചന. അവിശ്വാസം എന്തിലാണെന്ന് ചോദിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയില് അല്ലെങ്കിൽ ഖുർആനില്. കാരണം അവര് ചില കാര്യങ്ങളിൽ വിശ്വസിക്കുകയും ചിലതിൽ അവിശ്വസിക്കുകയും ചെയ്തിരുന്നു. അല്ലെ. ബലാമൻ കസബ സെയ്യഅതൻ. അപ്പൊ ആര് വലിയ ഒരു തിന്മ സമ്പാദിക്കുന്നുവോ. വഅഹാതത് ബിഹി ഖതീഅതുഹു മാത്രമല്ല അവന്റെ തിന്മ അവനെ വലയം ചെയ്യുകയും ചെയ്യുന്നുവോ. അഹാതത് ഹ വാവ് ത ഇഹാത. ഇഹാത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിന് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തു നിന്നും ചുറ്റപ്പെടുന്നതിനാണ് ഇഹാത്ത എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് ഈ വാക്ക് കണ്ടിട്ടുണ്ട്. വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ. അള്ളാഹു അവിശ്വാസികളെ കംപ്ലീറ്റ് ആയിട്ട് വലയം ചെയ്യുന്നുണ്ട്. അല്ലെ. അള്ളാഹുവിന്റെ അറിവിനെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റൂല, അള്ളാഹുവിന്റെ പിടുത്തത്തിന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റൂല, അള്ളാഹുവിന്റെ ശിക്ഷയെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അപ്പം നമ്മള് മുനാഫിക്കുകളുടെ ആയത്തിന്റെ ആ ഒരു എക്സാമ്പിൾസ് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, മുഹീത്തും ബിൽ കാഫിരീൻ. അല്ലെ. ഇഹാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തു നിന്നും ചുറ്റപ്പെടുക, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ, അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അപ്പം ഉദാഹരണത്തിന് ഒരാള് 4 ഭാഗവും ചുമരുള്ള ഒരു റൂമിനകത്ത്, പുറത്തേക്ക് എക്സിറ്റും ഒന്നുമില്ല, എൻട്രിയും എക്സിറ്റും ഇല്ലാത്ത രീതിയിൽ ഒരു റൂമിനകത്ത് പെട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അല്ലെ. അതുപോലെ ഒരു മുറ്റം പോലത്തെ സ്ഥലത്ത് ചുറ്റുപാടും മതില് അല്ലെങ്കിൽ വേലി ഉണ്ടെങ്കിൽ അവിടുന്ന് പുറത്തേക്ക് ഒരു രക്ഷയുണ്ടാവില്ല. അപ്പം ഇവിടെ ബിഹി ഖതീഅതുഹു ഒരാള് കുഫ്ർ, നമ്മൾ സെയ്യ എന്ന് പറഞ്ഞത് കുഫ്ർ എന്ന് പറഞ്ഞു. അല്ലെ. കുഫ്ർ ചെയ്തു. അത് കാരണം എന്താണ് ഖതീഅ എന്ന് പറഞ്ഞാല് തിന്മ, അത് സിംഗുലർ ആണ്. ഓക്കെ. അപ്പം അയാള് തിന്മകള് ചെയ്തു. ഓക്കെ. അയാളുടെ തിന്മകള് കാരണം അയാള് ചുറ്റപ്പെടുകയാണ്. അയാളുടെ തിന്മകള് അയാളെ വലയം ചെയ്യാം. മനസ്സിലായോ. അപ്പൊ അഹാതത് ബിഹി ഖതീഅതു എന്ന് പറഞ്ഞാല് അയാളുടെ തിന്മകള് അയാളെ വലയം ചെയ്തിരിക്കുന്നു. അതായത് ഇപ്പൊ നമ്മൾ ഒരു റൂമിനകത്ത് 4 ഭാഗവും അതിലാണെങ്കിൽ പുറത്തേക്ക് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ പോലെ അയാള് ചെയ്ത തിന്മ
വർദ്ധിച്ച് അയാളെ ആ തിന്മകൾ അയാളെ വലയം ചെയ്തിട്ട് അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ ആവാന്നുള്ള ഒരു അവസ്ഥ. ഓക്കെ, ധാരാളം തിന്മകൾ ചെയ്തിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത, അതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തുക. അതായത് എല്ലാ കാര്യത്തിലും അവൻ തിന്മ ചെയ്ത്. ഇതിന് രണ്ട് രീതിയിൽ മനസ്സിലാക്കുക. അപ്പൊ ചിലര് ഏതെങ്കിലും ഒരു തിന്മ, ഓക്കെ, ഞാൻ എല്ലാം ഓക്കെയാണ്, എല്ലാ കാര്യത്തിലും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പം ചിലർ കള്ളു കുടിക്കുന്നവര്, ഇതെന്താണെന്നറിയില്ല, എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിപ്പോയി, എനിക്കിത് മാറ്റാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത് ഞാൻ എത്ര ശ്രമിച്ചിട്ട് മാറാത്ത ഒരു കാര്യമാണ്, അപ്പൊ ഇത് ഞാൻ അങ്ങ് ചെയ്യട്ടെ, അല്ലെ, അത് മാറ്റാൻ ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് മാറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു തിന്മ ചെയ്ത് ആ തിന്മ ഇയാളെ വലയം ചെയ്തെന്നും, വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തിന്മ ചെയ്ത് വേറൊരു തിന്മയിൽ പെട്ട് അങ്ങനെ ഒരുപാട് ചെയിൻ ഓഫ് തിന്മകളിലേക്ക് പെട്ടിട്ട് ആ തിന്മകൾ ഇയാളെ വലയം ചെയ്യുമെന്നും, രണ്ട് രീതിയിൽ ഇതിനെ മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ എന്തിന്റെ റിസൾട്ട് ആണെന്ന് വെച്ചാൽ അയാൾ ചെയ്ത വലിയ തിന്മയുടെ അല്ലെങ്കിൽ അവിശ്വാസമാകുന്ന തിന്മയുടെ. ഓക്കെ, അപ്പം അങ്ങനെ എന്താ പറയാ, തിന്മയുടെ ഒരു സൈക്കിളിൽ അയാൾ പെട്ടുപോവാ. ഒന്ന് ചെയ്ത് അത് വേറൊന്നിലേക്ക് പോയി. ആരാ ഇത് തുടങ്ങി വെച്ചത്? ആ ആള് തന്നെ. ആ ഒരു തിന്മ ചെയ്യാൻ അയാൾ തന്നെ തുടങ്ങിയിട്ട് ഒന്ന് കഴിഞ്ഞ് വേറൊന്നിലേക്ക് പെട്ടുപോയതാണ്. ഉലൈക അസ്ഹാബുന്നാർ, അവരെന്താണ്? നരകത്തിന്റെ ആളുകളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികൾ ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം തിന്മ ചെയ്ത ആളുകള് തിന്മകളാൽ ചുറ്റപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ അയാൾ നരകത്തിന്റെ ആൾക്കാരായി മാറുകയും ചെയ്യും. അപ്പം ഇവിടെ നമ്മളെ അവസ്ഥ പ്രത്യേകിച്ച് ഒന്ന് റിഫ്ലക്ട് ചെയ്യണം, അല്ലെ. നമ്മൾ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും അതിന് നമ്മൾ ഉത്തരം കൊടുക്കുക തന്നെ വേണം. തിന്മകൾ അങ്ങനെ ആവിയായിട്ട് പോവൊന്നുമില്ല, അല്ലെ. നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ, ആ തിന്മകളെ നന്മകൾ വെച്ച് റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്ത തിന്മക്ക് നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അതിന് മേക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആവിയായി പോകുന്നൊക്കെ നമ്മളുടെ ഉള്ളിൽ എവിടെയോ തെറ്റായ ഒരു ധാരണ ഉണ്ടായിരിക്കാം, അല്ലെ. നമ്മൾ അശ്രദ്ധരായിരിക്കാം തിന്മകളുടെ കാര്യത്തില്. പക്ഷെ അങ്ങനെ രക്ഷപ്പെടുകയൊന്നുമില്ല. തിന്മകൾ എന്ത് ചെയ്യും? നമ്മള് ആ ഒരു തിന്മനെ നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോൾ വീണ്ടും അതേ തിന്മ റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ വേറൊരു തിന്മയിൽ അതായത് നമ്മൾ എന്തും ആ തിന്മയുടെ അടുത്തേക്ക് പോലും പോകുമ്പോൾ അതിനെ നമ്മൾ ലൈറ്റായിട്ട് കണ്ടിട്ട് അതിനെ ഇഗ്നോർ ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് ചെയ്തു എന്ന് കുറ്റബോധം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിന്റെ തൗബയെ ഇഗ്നോർ ചെയ്യുമ്പോൾ നമ്മളറിയാതെ ആ തിന്മകൾ തന്നെ, അല്ലെങ്കിൽ അത് ഒരു തിന്മയുടെ കൂടെ മറ്റൊരു തിന്മയായിട്ട് അങ്ങനെ നമ്മളെ ചുറ്റും അത് വലയം ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും രക്ഷപ്പെടാൻ പറ്റാത്ത പോലെ നമ്മളിങ്ങനെ ലോക്ക് ഇട്ട് കളയും. ഓക്കെ, നമ്മൾ പോലും അറിയാതെ അള്ളാഹു സുബ്ഹാനഹു തആലേനെ അനുസരണക്കേടിലേക്ക് നമ്മൾ ചെന്നുപെടും. കാരണം ഒരു ചെറിയ കാര്യത്തിന് നമ്മൾ അനുസരണക്കേട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചത്, അല്ലെങ്കിൽ ഓക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറ്റബോധം വന്നു കഴിഞ്ഞാൽ അത് തൗബ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നമ്മളതിനെ ഇഗ്നോർ ചെയ്ത കാര്യം നമ്മൾ അങ്ങനെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ആ തിന്മകൾ തന്നെ ഒന്നെങ്കിൽ നമ്മൾ അതിനകത്ത് വീണ്ടും പെട്ടിട്ട് അത് നമ്മളെ വലയം ചെയ്യും, നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിന്റെ ആ ഒരു തിന്മ ചെയ്തതിന്റെ പേരിൽ വേറെയും അതായത് നമ്മൾ ലൈറ്റ് ആയിട്ട് എടുക്കുക ബേസിക്കലി. ഓക്കെ, വേറെയും തിന്മകൾ ചെയ്തിട്ട് അത് നമ്മളെ വലയം ചെയ്യും. അങ്ങനെ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂല. സുബ്ഹാനല്ലാഹ്. ഇവിടെ എന്തുകൊണ്ടാണ് ബനി ഇസ്രായേലിന്റെ ഈ ഒരു കാര്യം എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ അവര് വിചാരിച്ചിരുന്നത് അവര് ചോസൺ പീപ്പിൾ ആണ്, അല്ലെ, തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ്, അതുകൊണ്ട് അവര് സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരാണ്, അല്ലെ. അപ്പം അത് വിചാരിച്ചിട്ട് അവർക്ക് തോന്നിയ പോലെ അവര് എല്ലാം തികഞ്ഞ ആൾക്കാരാണല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോ അവരെന്ത് ചെയ്താലും കുഴപ്പമില്ല, അവരിനി കൂടുതലും ഓരോ ഗ്രന്ഥത്തിനെ മനസ്സിലാക്കി അള്ളാഹു എന്താ പറയുന്നതെന്നൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ്, അതുകൊണ്ട് ഏകദേശം നമ്മളെ കാര്യം സ്വർഗം ഉറപ്പാണ്, നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് തോന്നുന്നതൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി, അല്ലെ. അപ്പം അവർ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ കുറിച്ചൊക്കെ അവര് പല തെറ്റായ ചിന്തകളും ചിന്തിക്കുകയും പറയുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ അവര് ദീനിനെ കുറിച്ച് ഒരുപാട് പുതിയ കാര്യങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്തു, സ്വന്തമായിട്ട് ഉണ്ടാക്കി, ദീനിലേക്ക് പുതിയതായിട്ട് പലതും ആഡ് ചെയ്തു, അള്ളാഹുവിന്റെ കലാമിൽ തഹ്രീഫ് ചെയ്തു, അല്ലെ. അല്ല, അങ്ങനെ ഒരുപാട് തിന്മകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവര് ചെയ്തുകൊണ്ടേയിരുന്നു. അവര്
പിടികൂടപ്പെടൂലേ? ഉറപ്പായിട്ടും അല്ലേ? ബലാ മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതീഅതുഹു ഫഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. നമ്മൾ പലപ്പോഴും ഒരുപക്ഷെ ഈ രീതിയിൽ ഖുർആൻ മനസ്സിലാക്കി തുടങ്ങുന്നതിന് മുമ്പ് വരെ അല്ലേ, നമ്മളൊക്കെ ഒരു ഒരു തരത്തിൽ എന്തോ ഒരു ഹാപ്പി ആയിരുന്നു. അൽഹംദുലില്ലാഹ്, നമ്മൾ മുസ്ലിമാണ്, നമ്മൾ നല്ല ക്ലാസ് കേൾക്കുന്ന ആൾക്കാരാണ്, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആൾക്കാരാണ് അല്ലേ. അപ്പൊ ഏകദേശം ഏകദേശം നമ്മൾ പുറത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ സ്വർഗത്തിലേക്ക് പോകും. ഇനി കൂടുതലും നമുക്ക് തിരുത്താനൊന്നുമില്ല, നമ്മൾ ഓൾമോസ്റ്റ് ഒക്കെ കറക്റ്റ് ആണ് അല്ലേ. അതിനിടക്ക് നമ്മൾ ചിലപ്പം അറിയാതെ തെറ്റുകൾ അവിടെയും ഇവിടെയൊക്കെ ചെറുങ്ങനെ അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും. ചെറിയ തോതിലൊരു പരദൂഷണം, ചെറിയ രീതിയിലൊരു പരിഹാസം അല്ലെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുപോലെ പുറത്ത് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ തിന്മകള്, ചെറിയൊരു വെറുപ്പ്. ഇനി മുസ്ലിങ്ങളുടെ അടുത്ത കാര്യത്തിൽ അവൻ മുസ്ലിം അല്ലേ, ഹൂ കെയർസ് അല്ലേ, അവനോട് ഇനി എന്തെങ്കിലും ചെയ്താൽ ഞാൻ അത് മുസ്ലിം അല്ലേ, ഞാൻ മുസ്ലിം ആണല്ലേ, എനിക്ക് എന്തും ചെയ്യാലോ അല്ലേ. അതുപോലെയുള്ള പല ആറ്റിറ്റ്യൂഡുകളും വെച്ചിരുന്നിട്ടും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്ന ആളുകളാണ്. കാരണം നമ്മൾ മുസ്ലിം ആണ് അല്ലേ, നമ്മൾ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചിട്ട് അവിടെ നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ കറക്റ്റാണ്. അതുകൊണ്ട് നമ്മൾ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിനേക്കാൾ ഞാനൊരു ഗ്രൂപ്പിന്റെ ഭാഗമായതുകൊണ്ട് ഓക്കെയാണ് എന്നൊക്കെ ചിന്തിക്കുന്നവർ അല്ലേ പലരും ഉണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു സമയം വരെ ഒരുപക്ഷെ ചിന്തിച്ചിരുന്നവരായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എന്നുള്ളത് പ്രശ്നമല്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരു സമാധാനത്തില് സ്വർഗത്തിലേക്കുള്ള ആൾക്കാരാണ്, നരകത്തിന്റെ തീ തൊടൂല എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകളായിരുന്നു. പക്ഷെ ഇതൊക്കെ എന്താണ് അവിടെ ചെല്ലുമ്പം അക്കൗണ്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഏത് ഗ്രൂപ്പിന്റെ ഭാഗമാണെന്നോ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും എന്താണോ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ പഠിക്കുന്നത് എന്നുള്ളതല്ല, പകരം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മളെ വിലയിരുത്തുന്നത്. ഓക്കെ, അതുകൊണ്ട് മൻ കസബ, ആര് സമ്പാദിക്കുന്നുവോ, അത് ഇന്ന ഗ്രൂപ്പ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഏത് ഗ്രൂപ്പിലുള്ള, ഏത് കമ്മ്യൂണിറ്റിയിലുള്ള, ഏത് ഉമ്മത്തിലുള്ള, ഏത് ജനതയിലുള്ള, ഏത് കാലഘട്ടത്തിലുള്ള ആരാണെങ്കിലും അല്ലേ, ആര് സമ്പാദിച്ചു കഴിഞ്ഞാലും അവനൊരു തിന്മ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, ആ തിന്മ കാരണം ആ തിന്മ അവനെ വലയം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ആ തിന്മ കാരണം അവന് ഒരുപാട് തിന്മകളിലേക്ക്, കാരണം ഒരു തിന്മ ഇഗ്നോർ ചെയ്യുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും തിന്മകളിലേക്ക് ചെന്നപ്പെടുന്നത്. നമ്മളെല്ലാവരും നമ്മളൊന്ന് പിടിച്ചു നിർത്തി കുലുക്കി ചോദിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടോ? നമ്മൾ ഇസ്തിഗ്ഫാറൊക്കെ ചെയ്യാറുണ്ടല്ലേ, അതെന്ന് വെച്ചാൽ എണ്ണം തേക്കാനുണ്ടല്ലോ ഇസ്തിഗ്ഫാർ, രാവിലെ എത്ര എണ്ണം, അല്ലെങ്കിൽ വൈകുന്നേരം എത്ര എണ്ണം, അല്ലെങ്കിൽ ഓരോ ദ്വായുടെ ഭാഗമായിട്ടല്ലേ ഇസ്തിഗ്ഫാർ ചെയ്യണം എന്നതുകൊണ്ട്, അല്ലാതെ നമ്മളുടെ തിന്മകളെ നമ്മൾ എടുത്ത് പറഞ്ഞും എടുത്ത് ചിന്തിച്ചും അതിന് അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു തരണം എന്നൊന്നും വിചാരിച്ചിട്ടായിട്ടില്ല. കാരണം അതൊക്കെ നമ്മൾ ലൈറ്റ് ആയിട്ട് എടുക്കാറുണ്ട്. ഇങ്ങനെ ലൈറ്റ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ അത് ഡാർക്ക് ആവുന്ന ഒരു സീൻ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അത് നമ്മളെ ചുറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വേലി കെട്ടി ചുറ്റപ്പെട്ടതുപോലെ അതിന് പുറത്തേക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതിനകത്ത് നമ്മൾ മുങ്ങിപ്പോവും, അതിനകത്ത് മുഴുകിപ്പോവും. അപ്പം നരകത്തിലെ തീ ഉറപ്പാണ്. ഫഉലൈക അസ്ഹാബുൻ നാർ, ഓക്കെ, അൻഹും ഫീഹ ഖാലിദൂൻ, അവർ എന്നേക്കും അതിലുള്ള ആളുകളായി മാറും. അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള ആൾക്കാരെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ തിന്മകളെ ഡാർക്കായിട്ട് തന്നെ ലൈറ്റാക്കി എടുക്കാണ്ട് ഹെവി ആക്കി തന്നെ കാണാനും, ഓരോ കുഞ്ഞു കുഞ്ഞു തിന്മയും ഹെവി ആയിട്ട് എടുക്കാൻ, അതിനകത്ത് ചെന്ന് പെടാതെ സൂക്ഷിക്കാൻ, ഇനി അഥവാ ചെന്ന് പെട്ടുപോയാൽ അതിന് സീരിയസ് ആയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങുന്നവരാകാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് തരട്ടെ. ആമീൻ. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹ ഖാലിദൂൻ. അടുത്ത ആയത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ അവരാകുന്നു സ്വർഗാവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കും. വല്ലദീന, യാതൊരുവർ, ആമനു അവർ വിശ്വസിച്ചു, വഅമിലു അവർ പ്രവർത്തിക്കുകയും ചെയ്തു, അസ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ, ഉലൈക അവർ, അസ്ഹാബ് ആൾക്കാരാണ് അല്ലെങ്കിൽ കൂട്ടരാണ്, അൽ ജന്ന ജന്നത്തിന്റെ സ്വർഗത്തിന്റെ, ഹും അവർ, ഫീഹ അതിൽ, ഖാലിദൂൻ നിത്യവാസികളാണ്. അപ്പം നരകത്തിന്റെ ആൾക്കാരെ കാര്യം പറഞ്ഞു, ഇനി സ്വർഗത്തിന്റെ ആൾക്കാർ അല്ലെ. വല്ലദീന ആമനു, ആരാണ് സ്വർഗത്തിൽ പോവാ? യാതൊരുവർ വിശ്വസിച്ചോ. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലുള്ള ആളുകളാണോ? അല്ല അല്ലെ, ഓരോരുത്തരും. ഏതൊരുവർ ആമനു അവർ വിശ്വസിച്ചോ, അവർക്ക് ഈമാൻ ഉണ്ടായോ. ഈമാൻ എന്തിലാ വേണ്ടത്? എല്ലാത്തിലും. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എന്തിൽ ഈമാൻ വേണം എന്ന് പറഞ്ഞോ അതിനകത്ത് എല്ലാ കാര്യത്തിലും നമുക്ക് ഈമാൻ വേണം. ബനി ഇസ്രായേലിന് ശരിക്കും അള്ളാഹുൽ ഈമാനുള്ള ആളുകളായിരുന്നു അല്ലെ, അവർക്ക് അള്ളാഹുൽ വിശ്വാസം ഉണ്ടായിരുന്നു, തൗറാത്തിൽ അവർ വിശ്വസിച്ചവരാണ്,
അന്ത്യദിനത്തിൽ വിശ്വസിച്ചവരാണ്, മലായിക്കത്തിൽ വിശ്വസിച്ചവരാണ്, മൂസ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചവരാണ്. പിന്നെ എന്താ അവരുടെ ഈമാൻ ഉണ്ടായിരുന്ന കുഴപ്പം? അവര് വിശ്വസിക്കുന്ന എല്ലാത്തിലും അവര് വിശ്വസിച്ചിട്ടില്ല. അവർ ഈസാ അലൈഹി ഇസ്ലാമിനെ റിജക്ട് ചെയ്തു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റിജക്ട് ചെയ്തു, ഇൻജീലിനെ റിജക്ട് ചെയ്തു, ഖുർആനെ റിജക്ട് ചെയ്തു. അങ്ങനെ അവരുടെ ഈമാൻ കംപ്ലീറ്റ് ആയിരുന്നില്ല അല്ലെ. അപ്പം അവര് വല്ലദീന ആമനുവിന്റെ പാർട്ടായില്ല. അപ്പം വല്ലദീന ആമനു ആവണമെങ്കിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അടുത്ത് വിശ്വസിക്കാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിശ്വസിക്കണം അല്ലേ. നമ്മൾ ഏറ്റവും ആദ്യം മുത്തഖീങ്ങളുടെ ലക്ഷണം പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു അല്ലേ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഇവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകൾ പോലും പലപ്പോഴും നമ്മൾ അറിയാമെങ്കിൽ പോലും ഇഗ്നോർ ചെയ്യുന്ന കാര്യങ്ങളാണ് അതല്ലേ. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരുമല്ലോ അള്ളാഹുവിന്റെ സിഫാത്തുകൾ അല്ലെ. അള്ളാഹു അൽ ഖദീറാണ്, അള്ളാഹു അൽ ഖബീറാണെന്നൊക്കെ നമുക്ക് അറിഞ്ഞാലും എവിടേക്കോ നമുക്കൊരു അവിശ്വാസം, നമുക്കൊരു തിരിഞ്ഞു നിൽക്കലുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഈമാനുള്ള അള്ളാഹു ഇതിൽ പറഞ്ഞിരിക്കുന്ന അല്ലദീന ആമനു എന്ന ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളിലും വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളത് എന്താണ്, ഒരു കണ്ടീഷനാണ്. വല്ലദീന ആമനു. എന്നാൽ ഈ ഈമാൻ മാത്രം മതിയോ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വർഗത്തിൽ കയറാൻ വേണ്ടിയിട്ട്? ഒരു കാര്യം കൂടെ വേണം അല്ലെ. അമിലു സ്വാലിഹാത്ത്. എന്ത് വേണം? സ്വാലിഹായ അമലുകൾ ചെയ്യണം. അമലു സ്വാലിഹ നിർബന്ധമാണ്. അങ്ങനെയുള്ള ആളുകൾ ഉലൈക എന്താണ്, അസ്ഹാബുൽ ജന്ന. അവര് സ്വർഗത്തിന്റെ ആൾക്കാരാണ്, സ്വർഗത്തിന്റെ അന്തേവാസികളാണ്. ആൻഡ് അവരെത്ര കാലം അവിടെ ഉണ്ടാവും? ഹും ഫീഹ ഖാലിദൂൻ. അവരവിടെ നിത്യവാസികളായിരിക്കും. നരകത്തിന്റെ ആളുകൾ എങ്ങനെ നരകത്തിൽ നിത്യവാസികളാണോ അതേപോലെ സ്വർഗത്തിന്റെ ആൾക്കാർ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും. സ്ഥിരമായിട്ട് അവര് അവിടെ ഉണ്ടാവും. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അവരുടെ ഈമാനും അമലു സ്വാലിഹാത്തും. ഒരാൾ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ ആ തിന്മ കൊണ്ട് തിന്മനെ ഇഗ്നോർ ചെയ്യുന്നതോണം അയാൾ തിന്മ കൊണ്ട് മൂടപ്പെടും, അയാൾ നരകത്തിൽ അവസാനിക്കും. ഒരാൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ നന്മകള് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ഒരു നന്മയും എന്താണ് നഷ്ടപ്പെടുത്തൂല അല്ലെ. ഓരോ നന്മയും എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. തിന്മയാണെന്ന് പറഞ്ഞു പോയെങ്കിൽ അല്ലെങ്കിൽ ചെയ്തു പോയെങ്കിൽ നമ്മളെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് അഹാത്ത ആവാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മളെ ചുറ്റപ്പെടുന്നത് വരെ കാത്തു നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് അതിൽ ആ ഉള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഏത് തിന്മയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞ റൂമൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അല്ലെ. ഏതൊരു റൂമും നമ്മൾ ഒരു ഡോറുള്ള റൂമേ കണ്ടിട്ടുള്ളൂ. ഡോറില്ലാതെ 4 ഭാഗത്തും അതിൽ മാത്രമുള്ള റൂം നമ്മൾ കണ്ടിട്ടില്ല അല്ലെ. അപ്പം അങ്ങനെയുള്ള ഒരു റൂം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. അപ്പൊ നമ്മളൊരു തിന്മ നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ ഒരു റൂമിൽ പെട്ടുപോവാണ്. അത് മുകളിലും താഴെയും 4 സൈഡിലും എക്സിറ്റ് ഇല്ലാത്ത. അപ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ. അപ്പം ഒരാള് ഏത് കമ്മ്യൂണിറ്റിയിലാണോ, ഏത് യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഏത് അക്കാഡമിയുടെ കീഴിൽ ദീൻ പഠിക്കുന്നോ, അല്ലെങ്കിൽ എവിടെ ജനിച്ച ആളാണെന്നോ ഏത് ഉമ്മത്തിലുള്ള ആളാണെന്നോ ഒന്നും അല്ല. അയാള് എന്താണ് ഈമാനും അമലു സ്വാലിഹാത്തും ഉണ്ടോ എന്നുള്ളതിനനുസരിച്ചാണ് അവര് സ്വർഗത്തിന്റെ അവകാശികളാവുന്നത്. ശരിക്കും ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആയത്തുകളാണ് നമ്മൾ ഇതിനകത്ത് കണ്ടത് മുഴുവനും അല്ലെ. കാരണം ഇന്ന് നമ്മൾ മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്ന മിക്ക കാര്യങ്ങളും ഏകദേശം ഇതുപോലെയൊക്കെയാണ്. യാതൊരു ഫൗണ്ടേഷനും ഇല്ലാത്ത കാര്യമാണ്. എല്ലാവരുടെയും വിചാരം നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു ഗ്രൂപ്പ് സ്വർഗത്തിലേക്കുള്ളവരാണെന്നുള്ള പോലെ അല്ലെ. എല്ലാവരും ഓരോ പ്രശ്നങ്ങളും ഘോരം വാദിക്കുമ്പോൾ മറ്റു ഗ്രൂപ്പുകൾക്കെതിരെ ഭയങ്കര ആർഗ്യുമെന്റ്സ് ഒക്കെ നടത്തുമ്പം അവരുടെ വിചാരം ഓക്കെ ഈ ഗ്രൂപ്പ് സ്വർഗത്തിലേക്കുള്ളതാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. പല ആനുകാലിക പ്രശ്നങ്ങളുടെ പേരിലും വാദപ്രതിവാദങ്ങളും വാക്തർക്കങ്ങളും ഒക്കെ ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ ഒരു ഉറപ്പാണ്. പക്ഷേ എന്താണ്, ഓരോരുത്തരും ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളവരാണെങ്കിലാണ് അവര് സ്വർഗത്ത് പോകുന്നുള്ളത് ഉറപ്പുള്ളത്. അല്ലാതെ ഒരു ഗ്രൂപ്പിന്റെ പേരിലോ അല്ലെ, ആ ഗ്രൂപ്പിന്റെ പേരിൽ തർക്കം എന്നുള്ള ഒരു ഓപ്ഷനേ നമുക്ക് ഇല്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഓരോരുത്തരും എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത് അല്ലെ. ഇന്ന ഗ്രൂപ്പ് ഇതാണ്, ആ ഗ്രൂപ്പ് അതാണ് എന്നുള്ളതല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ബനി ഇസ്രായേൽ എപ്രകാരം അവരുടെ ഗ്രന്ഥത്തിനെ കൊണ്ട് കളിച്ചോ, എപ്രകാരം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഗ്രന്ഥത്തിന് വേണ്ട റെസ്പെക്ട് കൊടുക്കാതെ വളച്ചൊടിച്ചോ അല്ലെ, അതൊക്കെ തന്നെയാണ് ഇന്നത്തെ സമൂഹത്തില് മിക്ക സമൂഹങ്ങളിലും. അത് മുഷ്രിക്കായിട്ടുള്ള അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്ന സമൂഹം എന്നൊന്നും പറയണ്ട, മിക്ക ഗ്രൂപ്പുകളിലും ഇതൊക്കെയാണ് നടക്കുന്നത് അല്ലെ. അവരുടെ ശരികള് നിലനിർത്താൻ വേണ്ടിയിട്ട് ചിലര് സത്യസന്ധമായിട്ട് പറയുന്നവരുണ്ടായേക്കാം, ചിലര്
വളച്ചൊടിക്കുകയാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തില്. ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൽ ഇതാ നടക്കുന്നത്. അറിവെന്ന് പറയുന്നത് കുറച്ച് ആളുകളിൽ മാത്രമാണ് അല്ലെ. അപ്പം അവർക്ക് ദീനിനെ ഏത് രീതിയിലും വളച്ചൊടിക്കാം. മെജോറിറ്റി ആൾക്കാർ, അതായത് സാധാരണക്കാരും അറിവില്ലാത്തവരാണ് മെജോറിറ്റി അല്ലെ. ഒരു 1% എങ്ങാനും ഉണ്ടാവും ഒരിത്തിരി അറിവുള്ള സാധാരണക്കാര്. ശരിക്കും വല്ലാത്തൊരവസ്ഥയല്ലേ നമ്മളെ സമൂഹത്തിന്റെ. നമ്മള് ഉമ്മത്ത് മൊത്തത്തിലൊന്നും പോണ്ട, നമ്മളെ കേരളത്തിന്റെ കാര്യം മാത്രം എടുത്താൽ മതി. സുബ്ഹാനല്ലാഹ്, ഇതന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്ക ആളുകളുടെയും അവരുടെ ദീൻ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ദ്വന്നിനെ ബേസ് ചെയ്തിട്ടല്ലേ. ഊഹങ്ങളാണ്, തെറ്റായ ചിന്തകളാണ്, തെറ്റായ ഇമാജിനേഷൻസ് ആണ്, കഥകളാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ആയിരിക്കാം. അത് ഓക്കെയാണ് അല്ലേ. അപ്പൊ നമുക്ക് ആ ഊഹത്തിന്റെ മേലെ എന്തും ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയാണ്. അത് കൂടുതൽ പഠിക്കണം എന്ന് പോലും ആർക്കും തോന്നുന്നേ ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വെള്ളം കൂടാതെ അങ്ങ് വിഴുങ്ങിയാൽ മതി. ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാനും അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അറിവ് വേണം എന്നൊന്നും ആർക്കും തോന്നാറില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ ഭാഗമാണ് നമ്മൾ, അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഹറാമാന്ന് അറിയാമെങ്കിൽ പോലും ഗ്രൂപ്പിൽ എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എക്സ്ക്യൂസ് കണ്ടുപിടിക്കില്ലേ, അത് കുഴപ്പമൊന്നുമില്ല, അത് ചെയ്യാം. അല്ലെങ്കിൽ അള്ളാഹു ഗഫൂർ റഹീമാണ്, അള്ളാഹ് പുറത്തു തരും, നീ മുസ്ലിം അല്ലേ, അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പിലുള്ളതല്ലേ അല്ലെ. അപ്പം ബനി ഇസ്രായേല് എന്താണോ അവരുടെ വിശ്വാസം, ഏകദേശം അതുപോലെയൊക്കെ അവര് ചെയ്തതുപോലെയൊക്കെ തന്നെയാണ് നമ്മളും ഇന്ന് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ് അറിയുക, വിശ്വസിക്കുക, ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക. ഓരോരുത്തരും എന്ത് ചെയ്തു എന്നുള്ളതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുക. ഓരോരുത്തരും ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും. സുബ്ഹാനല്ലാഹ്. അപ്പം അല്ലെ, വലിയ തിന്മ, അവിശ്വാസമാകുന്ന തിന്മകളിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇഗ്നോറൻസ് ആണ് മിക്കവാറും നമ്മൾ അവിശ്വാസത്തിലേക്ക് എത്തിക്കുന്നത്. അത് അറിയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് നമ്മളുടെ ഡ്യൂട്ടിയിൽ പെട്ടതല്ല എന്ന് ഉള്ള ചിന്തയാണ് പലപ്പോഴും നമ്മളെ വലിയ വലിയ തിന്മകളിലേക്ക് അല്ലെങ്കിൽ അവിശ്വാസം പോലെയുള്ള തിന്മകളിലേക്ക് എത്തിക്കുന്നത്. നമ്മളെ വിചാരം നമ്മളൊന്നും, അവിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ ഒന്നും ഐറ്റമേ അല്ല, നമ്മളൊക്കെ ഭയങ്കര വിശ്വാസികളാണെന്ന് അല്ലെ. പക്ഷെ ഇപ്പോഴും നമുക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുള്ളൂ, സുബ്ഹാനഹു വ തആല പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെന്ന്. മുത്തഖയുടെ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ കംപ്ലീറ്റ് ആണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടിക്കൊണ്ടേയിരിക്കുക. വിശ്വാസം കംപ്ലീറ്റ് ആയ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി. വിശ്വാസത്തിന്റെ എന്തെങ്കിലും ഒരു ഭാഗം നമുക്ക് ഇനിയും അറിയില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവെ നീ അത് അറിയിച്ചതാ, ആ വിശ്വാസം നമ്മളുടെ ഹൃദയങ്ങളിൽ ഉറപ്പിച്ചതാ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആ വിശ്വാസം ഉറപ്പിച്ചത്, ആ വിശ്വാസം കാരണം ഞങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങളെ എത്തിച്ചു താറബേ. അപ്പം വല്ലാത്തൊരു എന്താ പറയാ, ഒന്ന് ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഒന്ന് പിടിച്ചു കുലുക്കേണ്ട ഒരു ഭാഗമാണ് അല്ലെ. അവൻ ചെയ്ത തെറ്റ് അവനെ വലയം ചെയ്യപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ കാണുന്നുണ്ട് അല്ലെ, നമ്മുടെ ചുറ്റുപാടും പലരും അവരെന്തെങ്കിലും ഒരു തെറ്റിപ്പം, ഫോർ എക്സാമ്പിൾ മ്യൂസിക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ അല്ലെ, അതിനകത്ത് ഇങ്ങനെ മുഴുകി മതിമറന്ന് എൻജോയ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഫുൾ ടൈം അതിന്റെ പിന്നാലെ, അതിന്റെ സഭകള്, അതിന്റെ വീഡിയോകള് അല്ലെ. അത് മ്യൂസിക് എന്ന് ഞാനൊരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. എന്തോ ആവാം, അതൊരു തെറ്റല്ല എന്ന് തോന്നി, അതൊരു ശരിയായിട്ട് തോന്നി, അതിനകത്ത് മുഴുകി പോയിരിക്കുന്ന ആളുകൾ, അവന് മനസ്സിലാവുന്ന പോലുമില്ല അത് തെറ്റാണെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു തിന്മയുടെ എന്താണ് അല്ല, ഇങ്ങനെ ചെയ്യുന്ന ഒരു തിന്മ നമ്മളെ ചുറ്റം ചെയ്യുന്നു അല്ലെ, വലയം ചെയ്യുന്നു. അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ 4 ഭാഗവും ഒരു മതിലുണ്ടെന്ന് ചിന്തിച്ച് നോക്കുക. ആ മതില് തീയുടെ മതിലാണ്, നരകത്തിലെ തീയുടെ മതിലാന്നൊന്ന് വിചാരിച്ചു നോക്കുക. ഓൾറെഡി 4 ഭാഗത്തും മതിലാണെങ്കിൽ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു അല്ലെ. അവര് നരകത്തിന്റെ ആളുകളാണ്. അപ്പൊ നമ്മൾ അതുപോലെ എന്തെങ്കിലും ഒരു തിന്മ ചെയ്തിട്ട് അത് ഇഗ്നോർ ചെയ്യുന്തോറും നമ്മളെ ചുറ്റാണ് ആ തിന്മ. നമ്മളെ പോലും അറിയാണ്ട് ആ തിന്മ നമ്മളെ ചുറ്റാണ്. നമ്മുടെ 4 ഭാഗത്തുമുള്ളത് തീയിന്റെ മതിലാണെന്ന് ചിന്തിച്ചു നോക്കാം. 4 ഭാഗത്തും തീ കത്തുമ്പോൾ നമ്മൾ അവിടെ നടുവിൽ നിന്ന് കരയാനല്ലാണ്ട് ഒന്നിനും പറ്റൂല അല്ലെ. അതിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ഒരു വകുപ്പും ഉണ്ടാവില്ല. നമ്മളെ തിന്മകള് നമ്മളുടെ ചുറ്റും ഒരു തീയായിട്ട് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മളത് എൻജോയ് ചെയ്യൂല. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകള്
നാവിന്റെ തിന്മകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ റമളാൻ എന്ന് പറയുന്നത് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ്. അനാവശ്യമാണെങ്കിൽ ആ നാവ് എടുത്ത് വലിച്ച് അകത്തേക്ക് ഇട്ടേക്കുക. നാവിനെ പല്ല് ചുറ്റും വലയം ചെയ്തോട്ടെ, അത് മതി. നമ്മൾ തീ വലയം ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്നെല്ലാം ഓടി ഒളിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് ചെയ്യാൻ നമ്മൾ അത്ര കംഫർട്ട് നമുക്ക് തോന്നൂല. അതിൽ നിന്ന് എത്രയും അകലെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കും. നമ്മളുടെ തിന്മകളെ നമ്മളുടെ ചുറ്റുമുള്ള തീയായിട്ട് കാണാം. ഈവൻ കുഞ്ഞു തെറ്റുകൾ ചെയ്യുമ്പോഴും അത് ഒരിക്കൽ വലുതാവും. അത് നമ്മളെ ചുറ്റും വലയം ചെയ്യും. പിന്നെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല എന്ന് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാം. ഇമാം അഹമ്മദ് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ചെറിയ തിന്മകളെ ശ്രദ്ധിക്കുക. കാരണം അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് ആ മനുഷ്യനെ നശിപ്പിക്കാൻ മാത്രം ആവും. ഒരു ചെറിയ കളവ്, ഒരു ചെറിയ പരിഹാസം, ഒരു ചെറിയ പരദൂഷണം, ഇതൊക്കെ പിന്നീട് നമ്മളെ വലയം ചെയ്ത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വലുതാവാനുള്ള കഴിവ് അതിനുണ്ട്. അപ്പൊ അതിന്റെ അടുത്തേക്ക് പോലും പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക, എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുക. കാരണം നമുക്ക് മിസ്സായി പോകും അല്ലെ. ഇനി അഥവാ മിസ്സായാലും ഇസ്തിഗ്ഫാറും തൗബയും സീരിയസ് ആക്കിയിട്ട് എടുക്കുക. ആർക്കോ വേണ്ടി എണ്ണ ഒപ്പിക്കലല്ല. നമ്മള് ഡീഡ്സ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് എവിടെയാണ് എനിക്ക് ശ്രദ്ധ വേണ്ടതെന്ന് നോക്കിയിട്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്തെടുത്ത് പറഞ്ഞിട്ട്, കാരണം നമുക്ക് 5 വക്ത നമസ്കാരം ഫർള് തന്നെ ഉണ്ടല്ലേ, അതിനകത്ത് റബ്ബിന്റെ അടുത്ത് ഏറ്റു പറഞ്ഞിട്ട്, റബ്ബേ ഇനി ഞാൻ ചെയ്യൂല, നീ എന്നെ സംരക്ഷിക്കണേ ഇതെന്നും അത് ഏറ്റെടുത്ത് പറഞ്ഞ് ഓരോ കുഞ്ഞു തിന്മകളും അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റു പറഞ്ഞ് അത് പിന്നീട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് നമ്മളുടെ ചുറ്റും കത്തി ജ്വലിക്കുന്ന തീയിന്റെ മതിലായിട്ട് മാറും. നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും നല്ലതും അത് വിഴുങ്ങിക്കളയും. ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ ചെയ്ത നന്മകൾ കൂടെ അത് വിഴുങ്ങിക്കളയും. ഇവിടെ നമ്മൾ അല്ലേ, ഈ റംളാനായിട്ടും രാത്രികളിൽ ഉറക്കമൊഴിഞ്ഞിട്ടും ഈ രാവിലെ ഉറങ്ങേണ്ട സമയമായിട്ടും നമ്മൾ സമയം സ്പെൻഡ് ചെയ്ത് ഇവിടെ ഇരുന്ന് വാക്കുകളും അർത്ഥങ്ങളും തഫ്സീറും ലെസൺസും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെ. എന്തിനാ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അല്ലേ. ഇനി ഈ എഫേർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പോയി തിന്മകൾ ചെയ്യുക, പരദൂഷണം പറയുക, ഹൃദയത്തിൽ വെറുപ്പ് സൂക്ഷിക്കുക, ആളുകളെ കുറിച്ച് മോശം സംസാരിക്കുക. അപ്പൊ നമ്മൾ ഈ സ്പെൻഡ് ചെയ്ത സമയമൊക്കെ നഷ്ടപ്പെട്ടു പോകും അല്ലെ. എല്ലാ എഫേർട്ടുകളും വേസ്റ്റ് ആയി പോകും. നമുക്കത് വേസ്റ്റ് ആക്കണോ? വേണ്ടല്ലോ അല്ലേ. നമ്മളൊരു നല്ല ഡിഷ്, എന്തെങ്കിലും നല്ലൊരു പുഡിംഗ് ഒക്കെ ഉണ്ടാക്കി അതിന്റെ മുകളിൽ നല്ല ഭംഗിയിൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്ന് അതിനെ നിലത്തിട്ടിട്ട് അതിന്റെ മുകളിൽ കയറി ചവിട്ടി നിൽക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് സന്തോഷം ഉണ്ടാവോ? ഒരിക്കലും ഇല്ല അല്ലെ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ വളരെ ഭംഗിയായിട്ട് കെയർഫുൾ ആയിട്ട് നമ്മളെ സ്വർഗത്തിലെ വീട് പണിതുകൊണ്ടിരിക്കുക. ആ വീട് നമ്മൾ തന്നെ പണിയുക, എന്നിട്ട് നമ്മൾ തിന്മകൾ ചെയ്തിട്ട് നമ്മൾ തന്നെ അതിനെ തച്ചുടയ്ക്കുക. വീണ്ടും നമ്മൾ പണിയുക, നമ്മൾ തന്നെ അതിനെ ഉടയ്ക്കുക. നമ്മൾ ചെയ്യുന്നത്, വേറൊരാളും അല്ല. അപ്പൊ നമ്മളുടെ കർമ്മങ്ങൾ വേസ്റ്റ് ആയി പോകരുത്, അമലും സ്വാലിഹാത്ത് വേസ്റ്റ് ആയി പോകരുത് അല്ലേ. പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ശരിയായ മാർഗത്തിൽ ഗൈഡ് ചെയ്യട്ടെ, നമ്മളെ സംരക്ഷിക്കട്ടെ നമ്മളുടെ തിന്മകളിൽ നിന്ന്. നമ്മൾ ചെയ്യുന്ന കുഞ്ഞു നന്മകൾ പ്രിസേർവ് ചെയ്യാൻ വേണ്ടി, സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് റബ്ബിന്റെ സഹായവും തൗഫീഖും ഒക്കെ ഉണ്ടാവട്ടെ. ഇനി ആ കുഞ്ഞു നന്മകൾ ഒരുപാടായിട്ട് കൂടുതൽ ചെയ്യാനുള്ള തൗഫീഖും, അത് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും സ്വീകാര്യമാകാനുള്ള തൗഫീഖും ഒക്കെ നമുക്ക് ഉണ്ടാവട്ടെ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. തിന്മകളിൽ നിന്നും നമ്മുടെ നഫ്സിന്റെ തന്നെ ഷർറുകളിൽ നിന്നും ദൂരെ മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം റബ്ബ് തരട്ടെ. നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നമ്മുടെ മാതാപിതാക്കൾക്കും ഒരു ഷെയർ മടങ്ങട്ടെ. അവരറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളെല്ലാം റബ്ബ് പുറത്തു മാപ്പാക്കി കൊടുക്കട്ടെ. നമ്മളും ഇതുപോലെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ റബ്ബ് പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മൾ തൗബ ചെയ്ത് മടങ്ങാത്ത, ഇസ്തിഗ്ഫാർ ചെയ്യാത്ത, നമ്മൾ സീരിയസ് ആക്കി എടുക്കാത്ത എല്ലാ തിന്മകളും അല്ലെ, അള്ളാഹു ഈ റമദാനോട് കൂടി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മായ്ച്ച് ഒന്നും ബാക്കിയില്ലാത്തൊരു പുതിയ ജനിച്ചു വീണ കുട്ടിയെ പോലെ റമദാനിൽ നിന്ന് പുറത്തു വരാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് തരട്ടെ. എന്നിട്ട് ആ പരിശുദ്ധി നിലനിർത്താനുള്ള എളുപ്പവും റബ്ബ് നമുക്ക് തരട്ടെ. ആമീൻ.
اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.